ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിത്തു തോമസ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ബാംഗ്ലൂർ ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം എൻ്റെ ജോലി ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് മറ്റൊരു സ്കൂളിൽ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുകയും അവിടെ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തതായിരുന്നു. സമ്മർ വെക്കേഷൻ ഞാൻ വീട്ടിലേക്ക് വരികയും വീട്ടിൽ സമ്മർ വെക്കേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ജോലി ലഭിച്ച സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ച് പറയുകയുണ്ടായി, തൽക്കാലത്തേക്ക് ഞങ്ങൾ പുതിയ ആരെയും തന്നെ ജോലിക്ക് എടുക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെ എൻ്റെ ജോലി അവിടെ നഷ്ടപ്പെട്ടു. മറ്റേ സ്ഥലത്തെ ജോലി ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തു. സോ എൻ്റെ കയ്യിൽ നെക്സ്റ്റ് മന്ത് തൊട്ട് സാലറി വരാനായിട്ടില്ല, എനിക്ക് EMI അടയ്ക്കാനുണ്ട്. സോ ഞാൻ പ്രാക്ടിക്കലി ഫിനാൻഷ്യലി ഞാൻ അപ്പോൾ തന്നെ ഒന്ന് സ്റ്റക്കായി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒത്തിരി കൺഫ്യൂഷൻസ് വന്നു. അപ്പോൾ എന്തായാലും കയ്യിൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, എന്നാൽ വേറെ ജോലികൾ നോക്കാം എന്ന് ഞാൻ ആരംഭിച്ച് കേരളത്തിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, ഇൻ്റർവ്യൂ വിളിക്കുന്നു, ജോലികൾ പാസ്സാകുന്നുണ്ട്, ജോലി എനിക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ സാലറി എല്ലാം വളരെ കുറവായതുകൊണ്ട് തന്നെ എനിക്കൊന്നും ജോലിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ആകെ ഒരു അസ്വസ്ഥനായിരുന്നു. വീട്ടിൽ ആരോടും തന്നെ ഞാൻ കാര്യങ്ങളൊന്നും അത്ര ക്ലിയറായിട്ട് പറഞ്ഞിരുന്നില്ല, കാരണം അവരെ ടെൻഷൻ അടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എൻ്റെ വഴി തന്നെ ഞാൻ നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, പുറത്തോട്ട് പോകാൻ വേണ്ടി എന്നോട് നോക്കിക്കൂടാ എന്ന്, അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഞാൻ അതിന് മുൻപേ പലപ്പോഴും ശ്രമിച്ചിരുന്നതുകൊണ്ട് 2021 ഞാൻ 2 തവണ കാനഡയ്ക്ക് അപ്ലൈ ചെയ്ത് 2 തവണ ഞാൻ റിജക്ഷൻ മേടിച്ചതാണ്. അതുകൊണ്ട് ഒത്തിരി സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് മടുപ്പായിരുന്നു വീണ്ടും ഒരു സ്ഥലത്തേക്ക് പഠിക്കാനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് എന്നോട് കാണിച്ച കൺസേണിൻ്റെ പേരിൽ ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ അതേസമയം എൻ്റെ മനസ്സിൽ ഒത്തിരി ആവലാതികളായിരുന്നു, ഇനി എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. വീട്ടുകാരെല്ലാം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതോടൊപ്പം ഞാനും പള്ളിയിൽ പോകാൻ പതുക്കെ ആരംഭിച്ചു. ഇങ്ങനൊരു ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങിയപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിൽ എപ്പോഴോ ഉടമ്പടി എന്നൊരു വാക്ക്, ഞാൻ പള്ളിയിൽ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് അങ്ങനെ വാക്ക് പലതവണ ആവർത്തിച്ച് എൻ്റെ മനസ്സിൽ വരികയുണ്ടായി. പക്ഷേ അതെന്താണെന്നോ എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്കറിയില്ല. ഞാനത് മനസ്സിൽ വെച്ചു. അതിനെക്കുറിച്ച് വലിയ ബോധേഡായില്ല. പക്ഷേ ഞാൻ വാട്സപ്പിൽ സ്റ്റേറ്റസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ചേട്ടൻ, അച്ഛനാണ്, ആളുടെ സ്റ്റാറ്റസ് ഞാൻ കണ്ടു. അന്നത്തെ സ്റ്റാറ്റസിൽ ഉടമ്പടി ധ്യാനത്തിൻ്റെ ലിങ്ക് അച്ഛൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളെ കോൺടാക്റ്റ് ചെയ്തു, ഇതെന്താ സംഭവം, കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒപ്പം എന്നെ വാൺ ചെയ്യുകയും ചെയ്തു, നിനക്ക് പറ്റത്തില്ലാത്ത പരിപാടിയാണ്, നീ ഇതിനു വേണ്ടി പോകരുത്. എൻ്റെ സ്വഭാവ രീതികൾ അറിയാവുന്നതുകൊണ്ട് അച്ഛൻ കുറേ പറഞ്ഞു, നീ ഇതെടുക്കണ്ട, നീ ഇതിനു വേണ്ടി പോകരുത്, നിനക്കത് വലിയ ബുദ്ധിമുട്ടാകും, നീ അത് ചെയ്യരുത് എന്ന്. നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇതിനു വേണ്ടി ഇറങ്ങിയാൽ മതി, അല്ലാണ്ട് നീ പോയി പണി മേടിക്കരുത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനും ഒരു മടി കാണിച്ചു. പക്ഷേ എനിക്ക് പോയി ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പത്രം കൊടുക്കണം എന്നുള്ളൊരൊറ്റ കൺസേൺ വെച്ച് ഞാനത് വേണ്ടാന്ന് വെച്ചു. കാരണം ഞാൻ ഒത്തിരി ട്രോളുകൾ കണ്ടിട്ടുണ്ട് പത്രം കൊടുക്കുന്നത് വെച്ച് തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കൊടുക്കാനുള്ള താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഓൺലൈനിൽ എടുത്തോളാം, ഓൺലൈൻ ഉടമ്പടി എടുത്തോളാം, അതാണ് ലാഭം. വെറുതെ അവിടം വരെ പോകുകയും വേണ്ട, പത്രം കൊണ്ട് കൊടുക്കുകയും വേണ്ട, ആരും അറിയത്തുമില്ല എന്നുള്ള കൺസേണിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. മെയ് 1-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് വണക്കമാസക്കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയിൽ കുറേ ഞാൻ സമയം ചെലവഴിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒത്തിരി അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സന്തോഷിക്കാൻ തുടങ്ങി. മനസ്സുകൊണ്ട് എനിക്ക് അസ്വസ്ഥതകൾ മാറിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സന്തുഷ്ടനായി. പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പ്രാർത്ഥനയിൽ തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സിൽ പറയാൻ തുടങ്ങി, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മനസ്സ് പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അച്ഛനോട് തന്നെ കോൺടാക്റ്റ് ചെയ്ത്, അപ്പോൾ ജെയിംസ് അച്ഛൻ പറഞ്ഞു, നീ വന്ന് ഉടമ്പടി എടുക്കുക, അച്ഛൻ കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എല്ലാവരും മാതാവിനെ എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഞാനും ആഗ്രഹിച്ചു, മാതാവിനെ എനിക്കും എടുക്കാൻ പറ്റണം എന്നിവിടെ വന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെ ഫ്രണ്ടിലത്തെ ഓഡിറ്റോറിയത്തിന് അവിടെ പോയി നിന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലെ പ്രശ്നങ്ങളെല്ലാം എന്തോ സോൾവ് ആയി എന്നൊരു തോന്നലായിരുന്നു എനിക്ക്. അതിനെക്കുറിച്ച് ഞാൻ ആകുലപ്പെട്ടിട്ടേ ഇല്ല. പക്ഷേ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് മാതാവിനെ എടുക്കണ്ട, എൻ്റെ ചേട്ടൻ എടുത്തോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നടന്നു. ചേട്ടൻ മാതാവിനെ എടുക്കുകയും ഞാൻ കുട പിടിച്ച് ചേട്ടൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ നിയോഗം വെച്ചതിനകത്ത് ഞാൻ ആദ്യം വെച്ചൊരു നിയോഗം തന്നെ ആയിരുന്നു, എനിക്ക് വിദേശ പഠനത്തിനായി പുറത്തു പോകാൻ സാധിക്കണം എന്നുള്ള കാര്യം. മുമ്പ് തടസ്സങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ ഞാൻ വെച്ചൊരു കാര്യമായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക്
ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടി. അതിന് മുന്നേ വരെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നെല്ലാം കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരുന്നു. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ IELTS മുന്നേ എഴുതിയതാണ്, അത് എക്സ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ +2 പാസ്സായത് 2012 സോ 12 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട യൂണിവേഴ്സിറ്റികളൊന്നും അത് അക്സെപ്റ്റ് ചെയ്യില്ല. സോ വീണ്ടും ഞാൻ IELTS എഴുതണം. സോ IELTS എഴുതാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വിധിച്ചതാണെങ്കിൽ എനിക്ക് തരണം, അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ളതേ ഞാൻ വെക്കുന്നുള്ളൂ. IELTS എഴുതിയെടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. പക്ഷേ IELTS എഴുതാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ IELTS പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു 2 വർഷമായിട്ട്. അപ്പോൾ അതുകൊണ്ട് എഴുതാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതേ വക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്തു. അപ്പോൾ വേറെ ഒന്നും ഞാൻ പ്രൊസീഡ് ചെയ്തില്ല. വേറെ ഞാൻ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റികൾ പോലും ഞാൻ അവിടുന്ന് കിട്ടിയ കണ്ടീഷണൽ ഓഫർ ലെറ്ററുമായിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്തില്ല. കിട്ടിയ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വെച്ച് തന്നെ ഞാൻ പ്രൊസീഡ് ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും ക്ലിയറായി വന്നു. പിന്നെ എനിക്ക് വേണ്ടത് ഫണ്ടിങ് ആയിരുന്നു. എൻ്റെ കയ്യിൽ പ്രാക്ടിക്കലി 0 ആയിരുന്നു എമൗണ്ട്. എനിക്ക് ഇതിനു വേണ്ടി എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ബാങ്കിലേക്ക് പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബാങ്കിലേക്ക് ചെന്നു. മുന്നേ എനിക്ക് കാനഡയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ലോൺ തരത്തില്ല എന്ന് പറഞ്ഞ അതേ ബാങ്കിൽ ഞാൻ കയറുമ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ബാങ്കിലേക്ക് കയറുന്നത്. കയറിയ പാടെ തന്നെ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു ലോൺ സാങ്ഷനാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വേഗം തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലിയറാക്കി എനിക്ക് ലോൺ സാങ്ഷനായി കിട്ടുകയും ചെയ്തു. പിന്നീട് ഞാൻ എല്ലാ ആപ്ലിക്കേഷൻസും വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒന്നാമത്തെ ഉടമ്പടിയുടെ 90 ദിവസം കംപ്ലീറ്റ് ആയി. പക്ഷേ എന്നാലും ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഞാനിവിടെ വരത്തുള്ളൂ, രണ്ടാമത്തെ ഉടമ്പടി എടുക്കത്തുള്ളൂ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ഡിലേ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കും ആകെ ഒരു കൺഫ്യൂഷൻസ് വന്നു തുടങ്ങി, ആകെ ഒരു ഡിസ്റ്റർബ്ഡായി ഞാൻ. അപ്പോൾ ജെയിംസ് അച്ഛൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഉടമ്പടി കഴിഞ്ഞു, നീ പോയി രണ്ടാമത് ഉടമ്പടി പുതുക്കുക, എന്നാലേ ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബാക്കി സ്മൂത്ത്ലി നടക്കുകയുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വന്നു, രണ്ടാമത് ഉടമ്പടി എടുത്തു. രണ്ടാമത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ക്യാഷ് ലെറ്റർ കിട്ടി. അതിനുശേഷം 11-ാം തീയതി കഴിഞ്ഞതിന് മുമ്പത്തെ ബുധനാഴ്ച ഞാൻ VFSൽ വന്ന് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. VFS കയറുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കയറിയത്. ശേഷം ഇവിടെ വന്ന് പിറ്റേ ദിവസം വ്യാഴാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞു, അടുത്ത ആഴ്ച എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റത്തെ ആഴ്ച, അതായത് ഈ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച 17-ാം തീയതി രാവിലെ വെളുപ്പിന് 3 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ എണീക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എണീക്കുന്ന സമയത്ത് നോക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വിസ സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട്. ബുധനാഴ്ച തന്നെ എനിക്ക് എൻ്റെ പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുകയും ചെയ്തു. ഞാൻ വേഗം തന്നെ എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഇന്ന് ശനിയാഴ്ച ഇവിടെ വന്നു. ഈ തിങ്കളാഴ്ച ഞാൻ UK ലണ്ടനിലേക്ക് എൻ്റെ പഠനത്തിനായിട്ട് ഞാൻ പോവുകയാണ്. എൻ്റെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജിത്തു തോമസ് എന്ന ഈ മകൻ പരിശുദ്ധമ്മയുടെ തിരുസവിധത്തിൽ ഏറ്റവും സന്തോഷത്തോടും നന്ദിയോടും കൂടി ജീവിതത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും സാക്ഷ്യപ്പെടുത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ശ്രവിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് ഓൺലൈൻ ഉടമ്പടിയിൽ ജീവിക്കുന്നവരുടെ മനോഭാവമാണ്. ഓൺലൈൻ ഉടമ്പടി നിങ്ങൾക്ക് ഒരു കുറുക്കുവഴിയും ഒരു രക്ഷാമാർഗവുമായി കാണുന്നുണ്ടോ? തീർത്ഥാടന ഉടമ്പടിയുടെ അതിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ പൊതുവെ മറ്റുള്ളവർ കാണുന്ന ക്ലേശങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള കുറുക്ക് വഴിയായി ഓൺലൈൻ ഉടമ്പടി നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾക്കത് ഫലമുണ്ടാക്കില്ല. കാരണം ഇവിടെ വരെ എത്തിച്ചേർന്ന ഉടമ്പടി എടുക്കുവാൻ പ്രയാസമുള്ളവർക്ക് വേണ്ടി ലോകത്തെവിടെയായിരുന്നാലും അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഓൺലൈൻ ഉടമ്പടി. അല്ലാതെ പത്രം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി, തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ വന്ന ഞാനൊരു ഭക്തനാണ്, ഉടമ്പടി എടുത്ത വ്യക്തിയാണെന്ന് പറയാതിരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ നമ്മൾ തന്നെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു തട്ടിക്കൂട്ടിലൂടെ എങ്ങനെയെങ്കിലും ദൈവകൃപ ലഭിക്കാം, നേടിയെടുക്കാം എന്ന കൗശലം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഓൺലൈൻ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ
നിങ്ങൾ സ്വയം പരാജയപ്പെടുത്തുകയുള്ളൂ. മകനത് പറയുന്നുണ്ട്. അവൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോഴുള്ള അവൻ്റെ മനോഭാവം അവനത് പങ്കുവച്ചത് കൊണ്ടാണ് അച്ഛനത് വിശദീകരിക്കാമെന്ന് കരുതിയത്. രണ്ടാമത്തതും മകൻ്റെ തന്നെ വാക്കുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഓൺലൈൻ ഉടമ്പടിയിലേക്ക് വരുവാനുണ്ടായിരുന്ന പ്രധാന തടസ്സം അത് ഈ പത്രം കൊടുക്കുന്നതിനെ പറ്റിയുള്ള കൃപാസനം പത്രം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള അവൻ്റെ ഒരു മനോവിഷമമായിരുന്നു. ഒന്ന്, അത് സ്റ്റാറ്റസ് കുറച്ചുകൊണ്ട് വേണം സ്വയം ഇപ്പോഴുള്ള ഒരു നല്ല യുവത്വത്തിൻ്റെ, നല്ല വിദ്യാഭ്യാസമുള്ളതിൻ്റെ, നല്ല സൽപ്പേരുള്ള നല്ല മേന്മയുള്ള ഒരു പയ്യൻ ഇങ്ങനെ കൃപാസനം പത്രം കൊടുക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ എന്ത് കരുതും? അവർ ഈ ട്രോളുകൾ കൊണ്ട് എന്നെ വിലയിരുത്തില്ലേ? അവരോട് ഞാൻ എന്ത് മറുപടി പറയും? അതൊക്കെ ഒരത്ര നല്ല കാര്യങ്ങളാണോ? അവൻ്റെ മനസ്സിൽ അവൻ്റെ സ്റ്റാറ്റസിനെക്കുറിച്ചുള്ള ചിന്തകളാണ് പലപ്പോഴും ഈ ഓൺലൈൻ ഉടമ്പടിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുവാൻ അവനെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തീർത്ഥാടക ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കണം, നമ്മുടെ സ്റ്റാറ്റസ് ദൈവസന്നിധിയിൽ കുറയ്ക്കുവാൻ തീരുമാനിക്കണം. ഞാൻ ദൈവനാമത്തെയാണ് പ്രഘോഷിക്കുന്നത്, ദൈവാനുഭവത്തെയാണ് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, ഓരോ ദിവസവും ഈ അൾത്താരയിൽ വന്നു നിന്ന് ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നവർ ഇവിടെ ഒരു മാസം ഏതാണ്ട് 1000 1500 സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഈ സാക്ഷ്യങ്ങളിൽ നിന്നും ഏറ്റവും ഉടമ്പടി പ്രകാരം ജീവിച്ചത് ദൈവനാമത്തെ ലോകത്തിലേക്ക് പ്രഘോഷിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെടേണ്ട കുറച്ച് സാക്ഷ്യങ്ങളാണ് നമ്മുടെ കൃപാസനം പത്രികയിൽ നമ്മൾ ചേർക്കുന്നത്. പ്രത്യേകിച്ച് ആരുടെയും ഫോട്ടോ എടുത്ത് അവരിൽ നിന്നും എഴുതി വാങ്ങിയതൊന്നുമല്ല. ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങളാണ് ആ ഉടമ്പടി നമ്മുടെ കൃപാസനം പത്രികയിലേക്ക് ചേർക്കപ്പെടുക. അതുകൊണ്ട് അത് ദൈവപ്രവർത്തനത്തിൻ്റെ മേഖലയാണ്. ദൈവം പരിശുദ്ധ അമ്മ വഴി പ്രവർത്തിച്ചതിൻ്റെ മേഖലകളാണ് ഓരോ സാക്ഷ്യവും ഓരോ വരിയും കൃപാസനം പത്രികയിലുള്ളത്. അതിനെ നമ്മൾ ആദരിക്കുവാൻ, അംഗീകരിക്കുവാൻ മനസ്സുള്ളവരാകണം. മറ്റൊന്നുകൂടി മകൻ്റെ സംസാരത്തിൽ അവൻ പറയുന്നുണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ 2 തവണ കാനഡയ്ക്ക് പോകുവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടതുകൊണ്ട് ഇനി വേണോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോഴാണ് ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ വിദേശത്ത് പോകുവാനുള്ള ഒരു പ്രൊസീജിയർ തുടങ്ങുവാൻ ശ്രമിച്ചത്. അവിടെയും ഗൗരവമുള്ളൊരു തടസ്സം അവൻ കാണുന്നുണ്ട്. അവൻ്റെ IELTS-ൻ്റെ എക്സാം എഴുതി അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയിരുന്നു. 2 വർഷത്തെ കാലാവധി കഴിഞ്ഞുവെന്നാണ് അവൻ സൂചിപ്പിക്കുക. അതിനെ ഉൾക്കൊള്ളുന്ന ഇടത്ത് ഒരു പ്രവേശനം കിട്ടണം. നമ്മൾ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വഴികൾ ഒരുക്കിത്തരും. ഒരുപക്ഷെ ഒത്തിരി നിബന്ധനകളും നിർദ്ദേശങ്ങളും ഉള്ള ഒരു സാഹചര്യത്തിൽ പോലും അതിനെയൊക്കെ മായ്ച്ചുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രമുള്ള ചില വഴികൾ ദൈവം നമുക്ക് ഒരുക്കി തരുന്നത് കാണുവാനാവും. മകൻ അത് അടുക്കി ഓരോ കാര്യവും പറയുന്നുണ്ട്. പണത്തിൻ്റെ കാര്യം, അവിടെ പഠനവും ജോലിയും സുരക്ഷിതമാകുന്ന കാര്യം, മകൻ്റെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളിൽ അമ്മ മാതാവിൻ്റെ കരം പിടിക്കുന്ന കാര്യം, ഓരോന്നും സൂചിപ്പിച്ചുകൊണ്ട് പറയുക, ഉടമ്പടിയോടുള്ള വിശ്വസ്തതയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിന് ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയൊരുക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്നവർ അത് കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ പരിശ്രമിക്കാം. ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുന്നവർ അത് കൗശലത്തിൻ്റെ ഉടമ്പടിയായി കൊണ്ടു നടക്കുന്നുവെങ്കിൽ പൂർണ്ണമായി തീർത്ഥാടക ഉടമ്പടിയിലേക്ക് മാറുന്നതിന് തീരുമാനിക്കുകയും വേണം. കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യത്തെ ദൈവനാമ മഹത്വത്തിന് അമ്മ മാതാവിന് സമർപ്പിക്കാം.